നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ വാർത്തകളുമായി 9 മണി വാർത്തകൾ ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. PMCയിൽ സമവായത്തിന് മുഖ്യമന്ത്രി ബിനോയ് വിശ്വത്തെ ഫോണിൽ വിളിച്ചു. ഫണ്ട് പ്രധാനമെന്നും പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോവുക പ്രയാസമെന്നും പിണറായി നിഷേധിച്ച് ബിനോയ് വിശ്വം. ചർച്ചയ്ക്കുള്ള വാതിലുകൾ അടച്ചിട്ടില്ലെന്ന് പ്രതികരണം. തലസ്ഥാനത്ത് CPM സെക്രട്ടേറിയറ്റും ആലപ്പുഴയിൽ CPI എക്സിക്യൂട്ടീവും ചേരും. പിണറായിയും ബിനോയ് വിശ്വവും ഉച്ചയ്ക്ക് ശേഷം ഒരു വേദിയിൽ. ആലപ്പുഴയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ പരിപാടിയിൽ G. സുധാകരൻ പങ്കെടുക്കില്ല. വലിയ ചുടുകാട്ടിൽ പുന്നപ്ര വയലാർ ദീപശിഖ കൈമാറിയ ശേഷം ദീപശിഖ പ്രയാണത്തെ അനുഗമിക്കും. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന 4 ചിറ പാലം ഉദ്ഘാടനം രാവിലെ 10:30. വയലാറിൽ പുഷ്പാർച്ചനയിൽ പങ്കെടുത്ത ശേഷം പരിപാടിക്ക് എത്താനാവില്ല. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള ഷെഡ്യൂൾ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം വൈകിട്ട് 4:15. ബംഗാൾ, തമിഴ്നാട്, പുതുച്ചേരി, അസം സംസ്ഥാനങ്ങളിലും SIR ഉണ്ടാകും. വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടണമെന്ന നിലപാടിൽ കേരളം. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മോൻത ചുഴലിക്കാറ്റ് നാളെ തീരത്തേക്ക്. ഒഡീഷ, ആന്ധ്ര തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം. അടിമാലി കൂമ്പൻപാറ മണ്ണിടിച്ചിലിന്റെ കാരണം കണ്ടെത്താൻ വിശദമായ പരിശോധന നടത്തും. ജിയോളജി, റവന്യൂ, PWD ഉദ്യോഗസ്ഥർ ഇന്ന് സ്ഥലം സന്ദർശിക്കും. പ്രാഥമിക റിപ്പോർട്ട് 2 ദിവസത്തിനകം. വീടുകളിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ചവരെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കും. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ ദേവസ്വം മുൻ സെക്രട്ടറിയെയും തിരുവാഭരണ കമ്മീഷണർമാരെയും ഉടൻ ചോദ്യം ചെയ്തേക്കും. SIT നീക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ. തെളിവുകൾ ലഭിച്ചാൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെയും അറസ്റ്റ് അടക്കമുള്ള നടപടികൾക്ക് സാധ്യത. കരൂർ TVK റാലിക്കിടെ ആൾക്കൂട്ട ദുരന്തത്തിൽ മരിച്ചവരുടെ ബന്ധുക്കളെ വിജയ് ഇന്ന് കാണും. കൂടിക്കാഴ്ച മഹാബലിപുരത്ത്. മരിച്ചവരുടെ ബന്ധുക്കളെ ബസ്സുകളിൽ റിസോർട്ടിലെത്തിച്ചു. ഓരോ കുടുംബത്തെയും നേരിട്ട് കണ്ട് സംസാരിക്കും. ചൈനയ്ക്ക് മേൽ 100% തീരുവ ചുമത്താനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറി US. ആസിയാൻ ഉച്ചകോടിക്കിടെ ചൈനീസ് പ്രതിനിധികൾ US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസറ്റുമായി നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്നാണ് തീരുമാനം. ചൈനയുമായി ഉടൻ വ്യാപാര കരാറിലെത്തുമെന്ന് ട്രംപ്. ആസിയാൻ ഉച്ചകോടിക്കിടെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയെ കണ്ടു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് കൂടിക്കാഴ്ച. മാർക്കോ റൂബിയോ കാണാൻ സാധിച്ചതിൽ സന്തോഷമെന്ന് S. ജയശങ്കർ. ബന്ദികളുടെ മൃതദേഹങ്ങൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ വ്യാപകമാക്കി ഹമാസ്. ഈജിപ്ത് അത്യാധുനിക ഉപകരണങ്ങളും ദൌത്യസംഘത്തെയും കൈമാറി. 48 മണിക്കൂറിനുള്ളിൽ എല്ലാ മൃതദേഹങ്ങളും കൈമാറണമെന്ന് ട്രംപ്. ഇനി 13 മൃതദേഹങ്ങളാണ് ഹമാസ് ഇസ്രയേലിന് വിട്ടു നൽകാനുള്ളത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി OJ ജനീഷ് ഇന്ന് ചുമതലയേൽക്കും. നിലവിലെ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ സസ്പെൻഷനിലായ സാഹചര്യത്തിൽ ചുമതല കൈമാറുക ദേശീയ അധ്യക്ഷൻ. വർക്കിംഗ് പ്രസിഡന്റായി ബിനു ചുള്ളിയിലും ചുമതലയേൽക്കും. കോട്ടയത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് യുവതിക്ക് ദാരുണാന്ത്യം. MC റോഡിൽ കുറുവിലങ്ങാടാണ് സംഭവം. കണ്ണൂർ പേരാവൂർ സ്വദേശി സന്ധ്യയാണ് മരിച്ചത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇറക്കത്തിൽ നിയന്ത്രണം നഷ്ടമായ ബസ് മറിയുകയായിരുന്നു എന്ന് നിഗമനം. അപ്പോൾ ഇനി വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. PM ശ്രീ പദ്ധതിയെ ചൊല്ലി CPIയുമായി ഉണ്ടായ പ്രശ്നങ്ങൾ തീർക്കാനുള്ള തീവ്ര ശ്രമത്തിൽ CPM. വിദേശയാത്ര കഴിഞ്ഞെത്തിയ പിണറായി വിജയൻ ബിനോയ് വിശ്വത്തെ ഫോണിൽ വിളിച്ചതായാണ് വിവരം. എന്നാൽ ഫോൺ വിളി വാർത്ത ബിനോയ് വിശ്വം നിഷേധിച്ചു. ആശയപരമായും രാഷ്ട്രീയമായും ഏറ്റവും ശരിയായ തീരുമാനം കൈക്കൊണ്ടു. എല്ലാം പറഞ്ഞല്ലോ, അടുത്തെല്ലാം ഉണ്ട്, എല്ലാം പറഞ്ഞു, എല്ലാം പറഞ്ഞല്ലോ. CM വിളിച്ചിരുന്നോ ബിനോയ് ചേട്ടനെ?
എല്ലാം പറഞ്ഞല്ലോ. ഇത് സംസാരിച്ചില്ലടാ. CM വിളിച്ച് സംസാരിക്കുന്നുണ്ടോ? സിപിഐയുടെ നിലപാട് എന്തെങ്കിലും മാറ്റം വരുമോ? CPI കമ്മിറ്റി കൂടാൻ പോകല്ലേ? ഞാൻ പറഞ്ഞല്ലോ, CPIയുടെ കമ്മിറ്റി കൂടാൻ പോകുന്നു. ആ കമ്മിറ്റി ആശയപരമായും രാഷ്ട്രീയമായും ഏറ്റവും ശരിയായ തീരുമാനം കൈക്കൊള്ളും. അല്ല, ഈ CM വിളിച്ച് CPM സെക്രട്ടേറിയറ്റ് ഉണ്ട്. അപ്പം എന്തെങ്കിലും സമവായ പ്രതീക്ഷയുണ്ട്? ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. CM വിളിച്ചു ഇല്ല, CM വിളിച്ച് ചർച്ച ചെയ്യും. LDFിൻ്റെ ഭാഗമാണ് CPI CPM. അതുകൊണ്ട് CM വിളിച്ചാൽ ചർച്ച ചെയ്യും. ചർച്ചയുടെ എല്ലാ വാതിലും LDFിൽ എപ്പോഴും ഉണ്ടാകും. അത് തുടർന്ന് കിടക്കും. LDF ആണ്. ആശയ അടിത്തറയുണ്ട്, രാഷ്ട്രീയ അടിത്തറയുണ്ട്. അതുകൊണ്ട് പരസ്പര ബന്ധങ്ങളുണ്ട്, ചർച്ചകളുണ്ടാകും. തർക്കങ്ങൾക്കിടെ ഇന്ന് തിരുവനന്തപുരത്ത് CPM സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. ആലപ്പുഴയിൽ നിർണായക CPI എക്സിക്യൂട്ടീവും ചേരുന്നുണ്ട്. പുന്നപ്ര വയലാർ സമരവാർഷിക വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ഒന്നിച്ചെത്തുന്നുമുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് VV അരുണും ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജനും കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം VV അരുണിലേക്ക് പോവുകയാണ്. അരുൺ, നിർണായകമായ CPM സെക്രട്ടേറിയറ്റ് യോഗം അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. MA ബേബി അടക്കം പങ്കെടുക്കുന്നുണ്ട്. CPI അനുനയിപ്പിക്കാനുള്ള ഫോർമുല ചർച്ച ചെയ്യുകയാണ് പ്രധാന വിഷയമായി വരികയും ചെയ്യുന്നത്. ഈ ബിനോയ് വിശ്വവും മുഖ്യമന്ത്രിയും നേരിട്ട് കാണാനുള്ള ഒരു സാഹചര്യം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വരാനിരിക്കെ അതിന് മുന്നോടിയായി തന്നെ മുഖ്യമന്ത്രി ബിനോയ് വിശ്വത്തെ ഫോണിൽ ലഭിച്ചു എന്നുള്ളതാണ് പുറത്തു വന്ന വിവരം. പക്ഷേ ആ വാർത്ത ഇപ്പോൾ ബിനോയ് വിശ്വം നിഷേധിക്കുന്നുണ്ട്. ആര്യ, CPMന്റെ ഏറ്റവും നിർണായകമായ സെക്രട്ടേറിയറ്റ് യോഗമാണ് ഇന്ന് അല്പസമയം മുമ്പ് AK സെന്ററിൽ ആരംഭിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ രാത്രിയാണ് ഒമാനിൽ നിന്ന് കേരളത്തിൽ തിരിച്ചെത്തിയത്. ഉടൻ തന്നെ സെക്രട്ടേറിയറ്റ് യോഗം വിളിക്കാൻ CPM തീരുമാനമെടുക്കുകയായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CPMന്റെ ജനറൽ സെക്രട്ടറി MA ബേബിയും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ദേശീയതലത്തിൽ CPMഉം CPIയും സമവായ ചർച്ച നടത്തുന്നുണ്ട്. ബേബി വലിയ രീതിയിൽ അപമാനിക്കപ്പെടുന്നതിന്റെ പ്രസ്താവനകൾ CPIയുടെ ദേശീയ നേതാവ് പ്രകാശ് ബാബുവിന്റെ അടക്കം ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. തീർത്തും നിസ്സഹായനായ ബേബിയെ കണ്ടു എന്നൊരു പരാമർശം കഴിഞ്ഞ ദിവസം പ്രകാശ് ബാബു നടത്തിയിരുന്നു. MA ബേബി പോലും അറിയാതെയാണ് CPMന്റെ സംസ്ഥാന സമിതി അംഗമായ വി ശിവൻകുട്ടി ഭരിക്കുന്ന വകുപ്പ് സെക്രട്ടറി PM ശ്രീ കരാറിൽ ഒപ്പിട്ടത്. അതും സംസ്ഥാന സർക്കാരിന്റെ ഇടതു സർക്കാർ നയങ്ങൾക്ക് പൂർണ്ണമായി വിരുദ്ധമായ ഒരു കരാറിൽ ഒപ്പിട്ടത്. അതിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മൗന അനുവാദമുണ്ട് എന്നും വ്യക്തമാണ്. ആ സാഹചര്യത്തിൽ MA ബേബി ദേശീയതലത്തിൽ തന്നെ CPIക്ക് മുമ്പിൽ മറുപടിയില്ലാതെ നിൽക്കേണ്ട സാഹചര്യമുണ്ടായി. CPMന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർക്ക് ഈ കരാറിനെ പറ്റി ഒന്നും അറിയാത്ത അവസ്ഥയുണ്ടായി. സംസ്ഥാന സെക്രട്ടേറിയറ്റിലും കേന്ദ്ര കമ്മിറ്റിയിലും ഒക്കെയുള്ള മന്ത്രിമാർ പിണറായി മന്ത്രിസഭയിലുണ്ട്. അവരും ഈ കരാറിനെ പറ്റി അജ്ഞരായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. ഇന്ന് CPIയുടെ കൌൺസിൽ എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നതിന് തൊട്ട് മുമ്പ് ഇവിടെ ഈ CPM സംസ്ഥാന സെക്രട്ടറി യോഗം ചേരുമ്പോൾ CPI ഒരു മറുപടി CPMൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് ഈ വിഷയത്തിൽ സംഭവിച്ചത്, എങ്ങനെയാണ് CPIയുടെയോ അല്ലെങ്കിൽ മറ്റ് ഘടകകക്ഷികളുടെയോ CPMന്റെ തന്നെ നേതാക്കളുടെയോ അറിവില്ലാതെ മന്ത്രിസഭയെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഒരു കരാറിൽ CPM സർക്കാർ ഭരിക്കുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ഒപ്പിട്ടത്? ഈ ചോദ്യത്തിന് CPIക്ക് മുൻപാകെ CPM മറുപടി പറയേണ്ടി വരും. അതിനുള്ള എന്ത് മറുപടി പറയണമെന്ന് തീരുമാനിക്കേണ്ടത് കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള നേതാവ് CPMന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹം ഇല്ലാത്തതുകൊണ്ടുവരെ കഴിഞ്ഞ വെള്ളിയാഴ്ച സംസ്ഥാന സെക്രട്ടറി വിഷയത്തിൽ കാര്യമായ ചർച്ചകൾ നടന്നില്ല. മുഖ്യമന്ത്രി വന്ന ശേഷം ചർച്ചയാകാവുന്ന നിലപാട് സംസ്ഥാന സെക്രട്ടറി സ്വീകരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ നിലപാട് സംസ്ഥാന സെക്രട്ടറി വിശദീകരിക്കും. എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന് ഇത്തരമൊരു കരാറിൽ ഒപ്പിടാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമായി തീർന്നതെന്ന കാര്യം മുഖ്യമന്ത്രി വിശദീകരിക്കും. സംസ്ഥാന സർക്കാരിന് മുന്നിൽ മറ്റു വഴികളില്ല. തമിഴ്നാടുമായി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി താരതമ്യം ചെയ്യാൻ കഴിയില്ല. തമിഴ്നാട് വലിയ സാമ്പത്തിക ബദ്ധതയുള്ള സംസ്ഥാനമാണ്. ധനാഗമ മാർഗങ്ങൾ ഏറെയുള്ള സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തിന് 1000 കോടിയോ 5000 കോടിയോ ഒക്കെ കേന്ദ്രത്തിന് ലഭിച്ചില്ലെങ്കിലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പ് വർഷമാണ്. സംസ്ഥാനത്ത് നിരവധി ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ സംസ്ഥാനത്തിന് കിട്ടേണ്ട ഭരണഘടനാപരമായി സംസ്ഥാനത്തിന് ബാധ്യസ്ഥമായ കേന്ദ്ര ഫണ്ട് വാങ്ങിയെടുക്കേണ്ടതുണ്ട്. അതുമാത്രമാണ് ഈ കരാർ ഒപ്പിട്ടതിന് പിന്നിൽ ലക്ഷ്യം. ഒരു കാരണവശാലും അതിനപ്പുറത്തേക്കൊരു രാഷ്ട്രീയ നയവ്യതിയാനമില്ലെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കും. അങ്ങനെയാണ് CPMന്റെ നേതാക്കളും അനൌദ്യോഗികമായി സംസാരിക്കുമ്പോഴൊക്കെ പറയുന്നത്. പക്ഷേ അത്
CPI കൂടി ബോധ്യപ്പെടുത്തണം. CPM സ്വാഭാവികമായും മുഖ്യമന്ത്രി വിശദീകരണത്തിൽ CPM-ൽ മറ്റ് എതിർസ്വരങ്ങൾക്കോ ശബ്ദങ്ങൾക്കോ ഒന്നും ഇടയുണ്ടാകില്ല. പക്ഷേ CPI ആ നിലപാടിലല്ല. CPI കടുത്ത നിലപാടിലാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ തുടരുന്നത്. അവരുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന, അവരുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ഈ വിവാദം മാറിക്കഴിഞ്ഞു. CPI-യുടെ 4 മന്ത്രിമാർ മന്ത്രിസഭയിലുണ്ട്. ആ മന്ത്രിമാർ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലും കഴിഞ്ഞ ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗത്തിലും അവരുടെ നേതാവായ കെ രാജൻ എതിർപ്പ് അറിയിച്ചതാണ്, ആശങ്ക അറിയിച്ചതാണ്. അപ്പോൾ ആരും മറുപടി പറഞ്ഞില്ല. ആ യോഗത്തിൽ പങ്കെടുത്ത മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ വി ശിവൻകുട്ടിയോ രാജന്റെ ചോദ്യങ്ങൾക്ക്, ആശങ്കകൾക്ക് മറുപടി പറഞ്ഞില്ല. തൊട്ടു പിന്നാലെ വിദ്യാഭ്യാസ സെക്രട്ടറി ഡൽഹിയിലയച്ച് തീർത്തും രഹസ്യാത്മകമായ കരാർ ഒപ്പിടുകയായിരുന്നു. അത് CPI-യെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഒന്നായിപ്പോയി. CPI-യുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്ത ഒന്നായിപ്പോയി. CPI മുന്നണി വിടണമെന്ന മുറവിളികൾ പ്രതിപക്ഷത്ത് നിന്ന് അവരെ സ്വാഗതം ചെയ്തടക്കം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ CPI-ക്ക് അവരുടെ നിലപാട് ഉയർത്തിപ്പിടിച്ചേ മതിയാകൂ. ആ നിലപാട് ഉയർത്തിപ്പിടിക്കണമെങ്കിൽ എന്തുകൊണ്ട്, ഏത് സാഹചര്യത്തിൽ ഈ കരാർ ഒപ്പിടാൻ സർക്കാർ നിർബന്ധിതമായെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കണം. ആ വിശദീകരണം CPI-യുടെ നേതാക്കൾക്ക് ഉൾക്കൊള്ളാനാകുന്നതാകണം, അവരുടെ പ്രവർത്തകർക്ക് ദഹിക്കാവുന്നതാകണം. കഴിഞ്ഞ ദിവസം കണ്ടാണ് AYF, ASF സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ വകുപ്പിനെതിരെ സമരരംഗത്തിറങ്ങിയത്. അവരെയൊക്കെ പറഞ്ഞു നിർത്തണമെങ്കിൽ അവർക്ക് കൂടി വിശ്വസിക്കാവുന്ന ഒരു മറുപടി CPM-ന് ലഭിക്കണം. ആ മറുപടിയാകും ഇവിടെ ഇന്ന് പിണറായി വിജയൻ നേതൃത്വത്തിൽ CPM ചർച്ച ചെയ്യുക. അതാകും പിന്നീട് ബിനോയ് വിശ്വത്തെയും CPI-യും അറിയിക്കുക. ഇന്ന് വൈകിട്ട് CPM-ന് ഒരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ദിവസം കൂടിയാണെന്ന്. പുന്നപ്ര വയലാർ രക്തസാക്ഷി ദിനാചരണം. അവിടെ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ ഒരുമിച്ച് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. ബിനോയ് വിശ്വവും മുഖ്യമന്ത്രിയും അതുപോലെ MV ഗോവിന്ദനും ഒക്കെ ഒരുമിച്ച് പങ്കെടുക്കുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരവും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അരുൺ, അതേസമയം തന്നെ നമുക്കറിയാം ഈ CPI ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യം ഈ വിഷയങ്ങളൊക്കെ മുഖ്യമന്ത്രി വിശദീകരിക്കട്ടെ എന്നുള്ളതാണ്. അപ്പോൾ CPM-ന് പൂർണ്ണമായ കോൺഫിഡൻസ് ഉണ്ടോ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ, സംസാരിച്ചു കഴിഞ്ഞാൽ ഈ തർക്കം ഇവിടെ അവസാനിക്കും എന്നുള്ളത്? അരുൺ, കേൾക്കാമോ? അരുൺ, ഞാൻ ചോദിച്ചു വന്നത്, അതായത് നമുക്കറിയാം CPI ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, ഇതിലിപ്പോൾ മുഖ്യമന്ത്രി ഈ തർക്കങ്ങളെ കുറിച്ച് എങ്ങനെ ഈ കരാറിൽ ഒപ്പിട്ടു, PM-ശ്രീ അംഗീകരിക്കപ്പെട്ടു എന്നതിനെ കുറിച്ച് വിശദീകരിക്കട്ടെ എന്നതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഈ തർക്കം പരിഹരിക്കപ്പെടുമെന്നുള്ള പൂർണ്ണ കോൺഫിഡൻസ് ആണോ ഇപ്പോൾ CPM-നുള്ളത്? മുഖ്യമന്ത്രിയുടെ ഒരു മറുപടിയിൽ CPI തൃപ്തരാകുമെന്നൊരു പ്രതീക്ഷ CPM-നുണ്ട്. പക്ഷേ എത്രത്തോളം അത് എളുപ്പമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം മുഖ്യമന്ത്രിക്കും MA യോഗത്തിലേക്ക് വരികയാണ്. CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി യോഗത്തിലേക്ക് വരികയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിലേക്ക് പ്രശ്നം പരിഹാരമുണ്ടാകുമോ? പ്രശ്നം പരിഹരിക്കുമെന്ന പ്രതീക്ഷയാണ് CPM-ന്റെ ജനറൽ സെക്രട്ടറി പങ്കെടുക്കുന്നത്. പ്രശ്നം പരിഹരിക്കാനുള്ള യോഗമാണ് നടക്കുന്നതെന്ന പ്രതികരണമാണ് അദ്ദേഹം ഈ ഘട്ടത്തിൽ നൽകിയത്. MA ബേബി ഇന്നലെ ഡൽഹിയിൽ നിന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു. പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയും യോഗത്തിൽ പങ്കെടുക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ CPI മുഖ നഷ്ടപ്പെട്ടുവെങ്കിൽ CPM-ന്റെ ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർക്കും പ്രതികരണം നടത്താൻ കഴിയാത്ത, മറുപടി പറയാൻ കഴിയാത്ത ഒരു വിഷയമായി ഇത് മാറിയിരുന്നു. അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വളരെ നിർണായകമായി മാറുന്നത്. ഏതായാലും MA ബേബി യോഗത്തിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുന്നു. CPM കേന്ദ്ര നേതൃത്വ നിലപാട് MA ബേബി യോഗത്തെ അറിയിക്കും. CPI-യുടെ ദേശീയ നേതൃത്വം ജനറൽ സെക്രട്ടറി ഡി രാജ MA ബേബിയെ കണ്ടിരുന്നു. അവരുടെ കടുത്ത അതൃപ്തി വ്യക്തമാക്കിയിരുന്നു. ഈ എന്ത് നടപടിയെടുക്കുന്നതിനും പൂർണ്ണ പിന്തുണ CPI-യുടെ ദേശീയ നേതൃത്വം CPI-യുടെ സംസ്ഥാന നേതൃത്വം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദേശീയ നേതൃത്വത്തിന്റെ വികാരം MA ബേബി ഇവിടെ പങ്കുവയ്ക്കാൻ തന്നെയാണ് സാധ്യത. വളരെ പ്രധാനപ്പെട്ട ഏറ്റവും നിർണായകമായ യോഗമാണ്. MA ബേബി കൂടി പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ പ്രാധാന്യം ഒന്നുകൂടി വർദ്ധിക്കും. ഏതായാലും യോഗം ആരംഭിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് എന്ത് മറുപടിയാണ് CPI-യെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്ന, CPI-ക്ക് വിശ്വസിക്കാൻ കഴിയുന്ന എന്ത് മറുപടിയാണ് മുഖ്യമന്ത്രിക്ക് ഇന്ന് നൽകാൻ കഴിയുന്നത്, CPM നൽകാൻ കഴിയുന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. ദേശീയ വിദ്യാഭ്യാസത്തെ നടപ്പാക്കേണ്ടത് നേരത്തെ തന്നെ CPM നിലപാടെടുക്കുന്നുണ്ട്. പക്ഷേ അത്രത്തോളം എളുപ്പമാണ്, സാങ്കേതികമായി അത് ശരിയല്ല എന്ന ഒരു നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് മറുപടി പറഞ്ഞാൽ, മുഖ്യമന്ത്രി മറുപടി പറഞ്ഞാൽ അത് CPI വിശ്വാസത്തിലെടുക്കാൻ കഴിയുമെന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. അല്ലെങ്കിൽ CPI കടുത്ത നടപടികളിലേക്ക്, കടുത്ത നിലപാടുകളിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത. പ്രത്യേകിച്ചും അവർ മന്ത്രിമാരെ പിൻവലിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ, 4 മന്ത്രിമാരും രാജ്യസന്നദ്ധത CPI-യുടെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ നേരത്തെ അറിയിച്ചിരുന്നതാണ്. ആ
നിലപാടിൽ അവർ ഉറച്ചു നിൽക്കും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ആ ഒരു തീരുമാനത്തിലേക്കാണോ മുഖ്യമന്ത്രിയിൽ നിന്നും കൃത്യമായ മറുപടി, അത് പാർട്ടിക്ക് ഉൾക്കൊള്ളാനാകുന്ന വിശ്വസനീയമായ മറുപടി ലഭിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ അടുത്ത മന്ത്രിസഭാ യോഗത്തിലുണ്ടെങ്കിലും മന്ത്രിമാരെ പിൻവലിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് CPI പോകും. മുന്നണി വിട്ടു പോകുന്നതിനെ പറ്റിയൊന്നും CPI ഘട്ടത്തിൽ ചർച്ച ചെയ്യുകയോ ആലോചിക്കുകയോ ചെയ്തില്ല. പക്ഷേ അവരുടെ ഒരു നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് വിവാദം മാറിക്കഴിഞ്ഞു. പൂർണ്ണമായും അവർ ഇട്ട് നിർത്തിക്കൊണ്ട് മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി ഘടകകക്ഷികളെ മുഴുവൻ ഇട്ട് നിർത്തിക്കൊണ്ട് ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിനെ ഈ രീതിയിലും പ്രതികരിക്കാതെ മുന്നോട്ട് പോയാൽ CPIക്ക് അത് രാഷ്ട്രീയമായി തന്നെ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന തിരിച്ചറിവ് അവർക്കുണ്ട്. അതുകൊണ്ടുകൂടിയാണ് അവർ കടുത്തൊരു നടപടികൾ എടുക്കാൻ അവർ നിർബന്ധിതമാകുന്നത്. അത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇന്ന് CPMന്റെ ഭാഗത്ത്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ മറുപടി തന്നെയാണ് ഉണ്ടാകേണ്ടത്. യെസ്, തീർച്ചയായും. വി അരുണാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. എന്തായാലും നിർണായകമായ CPI സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. CPM ജനറൽ സെക്രട്ടറി MA ബേബി അടക്കം യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇനി മുഖ്യമന്ത്രി ഈ കാര്യം വിശദീകരിക്കും. CPIയോട് ഈ തർക്കപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ അത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് CPM ആലോചിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ അനുനയ നീക്കങ്ങൾ ഫലം കാണുമോ എന്നുള്ളതാണ് നിർണായകം. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശരണ്യ, ഇന്ന് ആലപ്പുഴ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ നിർണായക നീക്കങ്ങളെല്ലാം നടക്കുന്നത്. CPIയുടെ എക്സിക്യൂട്ടീവ് യോഗം അവിടെ ചേരുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയും ബിനോയ് വിശ്വവും ഒരേ വേദിയിലെത്തുന്നു. അപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുവാനുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് കൂടി വേദി ഒരുങ്ങുന്നുണ്ട്, ഒരു സാഹചര്യം അവിടെ ഒരുങ്ങുന്നുണ്ട് എന്ന ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ അല്പസമയം മുമ്പ് ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചർച്ചയ്ക്കുള്ള വാതിലുകൾ അടച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഏത് തരത്തിലാണ് CPM ഇനി അനുനയ നീക്കം നടത്തുക? അത് തൃപ്തികരമാണോ CPIക്ക് എന്നുകൂടി പരിഗണിച്ചായിരിക്കും ഒരുപക്ഷെ കടുത്ത നടപടി വേണമോ വേണ്ടയോ എന്നുള്ള നിർണായക തീരുമാനത്തിലേക്ക് CPI കടക്കുക, അല്ലേ? തീർച്ചയായിട്ടും ഈ കാര്യത്തിനകത്ത് അത്തരത്തിലൊരു ഭിന്നാഭിപ്രായം CPIക്കകത്ത് ഇല്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിൽ തന്നെ അതിശക്തമായ നിലപാട് ഇക്കാര്യത്തിൽ കൈക്കൊള്ളുകയും ചെയ്യണമെന്ന് പറയുന്നു. ഇന്ന് രാവിലെ പുന്നപ്ര വയലാർ വാരാചരണത്തിന്റെ സമാപന ദിവസമാണ്. ഇന്ന് വയലാറിലെയും പുന്നപ്രയിലെയും രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരും എത്തുന്ന ഒരു ദിവസം, ആലപ്പുഴയിൽ എത്തുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് എന്നുള്ളതാണ്. രാവിലെ പുന്നപ്രയിലെ വലിയ ചുടുകാട്ടിൽ രക്തസാക്ഷി മണ്ഡപത്തിൽ ദീപശിഖ പ്രയാണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ബിനോയ് വിശ്വം അടക്കമുള്ള നേതാക്കന്മാർ അവിടേക്ക് എത്തിയിരുന്നു. ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം അവിടെ നിന്ന് നമുക്ക് ലഭ്യമാവുകയും ചെയ്തു. തങ്ങൾ ഇപ്പോഴും ഇടതുമുന്നണിയുടെ ഭാഗമാണ്, ചർച്ചയുടെ വാതിലുകൾ അടഞ്ഞിട്ടില്ല, മുഖ്യമന്ത്രി ഇതുവരെ വിളിച്ചിട്ടില്ല, മുഖ്യമന്ത്രി വിളിച്ചാൽ ചർച്ചയാകും എന്നാണ് CPIയുടെ സംസ്ഥാന അധ്യക്ഷനായ ബിനോയ് വിശ്വം പ്രതികരിച്ചത്. മാത്രമല്ല, ആശയപരമായി തങ്ങൾ എടുത്ത നിലപാട് ശരിയാണ്, നയപരമായും ആശയപരമായും ശരിയാണ് എന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള ഒരു രീതിയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആലപ്പുഴയിലെ CPIയുടെ ഓഫീസിലാണ് ഇന്ന് അല്പസമയത്തിനകം തന്നെ CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേരും. ആ എക്സിക്യൂട്ടീവിൽ തീരുമാനമുണ്ടാകുമെന്നുള്ളത് നേരത്തെ തന്നെ അവർ പ്രഖ്യാപിച്ചതാണ്. കാരണം 27 ആലപ്പുഴയിൽ ചേരുന്ന എക്സിക്യൂട്ടീവിൽ നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊള്ളും. CPI ഇനിയിപ്പോൾ സെക്രട്ടേറിയറ്റ് കൂടി അടിയന്തരമായി CPM സെക്രട്ടേറിയറ്റ് കൂടി അടിയന്തരമായി ചേർന്ന സാഹചര്യത്തിൽ അതിൽ കൂടി ഉണ്ടാകുന്ന തീരുമാനം എന്താണെന്നൊരു കാത്തിരിപ്പ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമായിരിക്കും. എങ്കിൽ പോലും ഇന്ന് ആലപ്പുഴയിലെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരും CPIയുടേത് ഉണ്ട്. ഇപ്പോൾ CPI ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അല്പസമയത്തിനകം തന്നെ ആ യോഗം ചേരും. 10 മണിയോടുകൂടി എക്സിക്യൂട്ടീവ് യോഗം ചേരും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. മാത്രമല്ല, ഇതിനോടകം തന്നെ എല്ലാ നേതാക്കന്മാരും ആലപ്പുഴയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് ഇന്ന് ആലപ്പുഴ ജില്ലയിൽ 4ഓളം പരിപാടികളുണ്ട്. അതിൽ രാവിലെ 10:30 നാലുചിറ പാലത്തിന്റെ ഉദ്ഘാടനത്തിന് തോട്ടപ്പള്ളിയിൽ അദ്ദേഹം എത്തേണ്ടതായിരുന്നു. പക്ഷേ നിലവിലത്തെ സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അടിയന്തര സെക്രട്ടേറിയറ്റ് വിളിച്ചു. ഇന്നലെ തോമസ് ഐസക് അടക്കമുള്ള നേതാക്കന്മാർ ആലപ്പുഴയിൽ ഉണ്ടായിരുന്നു. അവരെല്ലാം തന്നെ അടിയന്തര സെക്രട്ടേറിയറ്റ് അറിയിച്ചതിനെ തുടർന്ന് രാത്രി തിരികെ പോവുകയാണ് ഉണ്ടായത്. പെട്ടെന്നുണ്ടായ സാഹചര്യത്തിൽ വിളിച്ച ഒരു അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് വിളിച്ച ഒരു യോഗം തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അത്തരമൊരു പ്രാധാന്യവും ഒപ്പം ചൂടുപിടിച്ച ചർച്ചകളും ഈ വിഷയത്തിനകത്ത് നടക്കുന്നു എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് ഈ പശ്ചാത്തലം ഇപ്പോൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്ത് തീരുമാനമാണ് അതിനകത്ത് കൈക്കൊള്ളുക എന്നുള്ളതാണ്. കാരണം CPIയുമായി യാതൊരുവിധ ചർച്ചയും നടത്താതെ അവർ നേരത്തെ തന്നെ
ഭിന്ന അഭിപ്രായം ഉന്നയിച്ച ഒരു വിഷയത്തിനകത്ത് ഏകപക്ഷീയമായി നിലപാടെടുത്തു എന്നത് അവർക്ക് അപമാനകരമായ ഒന്നായി തന്നെയാണ് അത് പാർട്ടി നേതൃത്വം അവരുടെ നേതാക്കന്മാർ ഉൾപ്പെടെ അത് ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രത്യക്ഷ പ്രതികരണവുമായി പലരും രംഗത്ത് വരികയും ചെയ്തിട്ടുള്ളത്. എന്ത് നയമാണോ ഇടതുപക്ഷം സ്വീകരിക്കുന്നത്, ആ ഇടതുപക്ഷ നയത്തിന് വ്യതിയാനം സംഭവിക്കുന്ന രീതിയിലാണ് ഈ PMC പദ്ധതിയുമായി മുന്നോട്ട് അല്ലെങ്കിൽ ആ ഒരു കരാറുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് CPI വ്യക്തമാക്കുന്നത്. അത് അവരെ വലിയ രീതിയിൽ അപമാനപ്പെടുത്തുകയും മുറിവേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കടുത്ത നിലപാട്, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്നാണ് പുന്നപ്ര വയലാർ രക്തസാക്ഷി വാരാചരണ ദിവസം. ആ ദിവസമാണ് ഇത്തരത്തിലുള്ള ചൂടുപിടിച്ച ചർച്ചകൾ ഇടതുമുന്നണിക്കകത്ത് രണ്ട് പ്രധാനപ്പെട്ട കക്ഷികളായ CPM തമ്മിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതിനകത്ത് വരും മണിക്കൂറുകൾ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ആര്യ, ശരണ്യ സ്നേഹത്തിനാണ് വിവരങ്ങൾ നൽകിയത്. ശരണ്യ, തുടരുക. ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ട്. ആലപ്പുഴയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ പരിപാടിയിൽ G. സുധാകരൻ പങ്കെടുക്കില്ല. വലിയ ചുടുകാട്ടിൽ പുന്നപ്ര വയലാർ ദീപശിഖ കൈമാറിയ ശേഷം സുധാകരൻ ദീപശിഖ പ്രയാണത്തെ അനുഗമിക്കും. വയലാറിൽ പുഷ്പാർച്ചനയിൽ പങ്കെടുത്ത ശേഷം വൈകുന്നതിനാൽ പങ്കെടുക്കാനാകില്ല. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന നാലുചിറ പാലം ഉദ്ഘാടനം രാവിലെ 10:30-നാണ്. ശരണ്യ തുടരുന്നുണ്ട്. ശരണ്യ, ഇതിപ്പോൾ ഈ ദീപശിഖ അനുഗമിച്ച ശേഷം പുഷ്പാർച്ചനയിൽ പങ്കെടുത്തതിന് ശേഷമുള്ള ആ ഒരു സമയക്കുറവ് മൂലം അല്ലേ പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യം G. സുധാകരന് വന്നിട്ടുള്ളത്? അത്തരത്തിലാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. അപ്പോൾ അതിനപ്പുറം ഇതിൽ മറ്റേ രാഷ്ട്രീയ വിശകലനത്തിനോ അല്ലെങ്കിൽ വിമർശനങ്ങൾക്കോ ഒന്നും ഇടയില്ലല്ലോ. അദ്ദേഹം ഇന്ന് രാവിലെ 7:30 തന്നെ പുന്നപ്ര വയലാറിൻ്റെ രക്തസാക്ഷി വാരാചരണത്തിൻ്റെ ഭാഗമായുള്ള ദീപശിഖ റാലി, അതായത് ഏറ്റവും മുതിർന്ന നേതാക്കന്മാരുള്ള ജില്ലയിലെ നേതാക്കന്മാരാണ് ഈ പുന്നപ്ര വയലാറിൻ്റെ ദീപശിഖ ഇന്ന് വാരാചരണ സമാപനം കുറിക്കുന്ന ദീപശിഖ വലിയ ചുടുകാട്ടെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് അത്ലറ്റുകൾക്ക് കൈമാറുക. പിന്നീട് അത്ലറ്റുകളുടെ അകമ്പടിയോടുകൂടി ഓരോ രക്തസാക്ഷി മണ്ഡപങ്ങളിലും അവിടെ എത്തി അഭിവാദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് പിന്നീട് ആ ദീപശിഖ അതിൻ്റെ പ്രയാണം നടത്തുന്നത്. അതിനുശേഷം വയലാറിലെത്തി വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ ആ ദീപശിഖ സ്ഥാപിക്കും. ആ സ്ഥാപിച്ചതിന് ശേഷം അവിടെ ഈ ദീപശിഖ നൽകുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം അവിടെ എത്തി അതിൽ പുഷ്പചക്രം അടക്കം സമർപ്പിച്ച ശേഷമാണ് പിന്നീട് മടങ്ങുക. G. സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ വയലാറിലേക്ക് ഇത് എത്തുമ്പോൾ തന്നെ 12 മണിയോട് അടുപ്പിച്ചാകും. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഇത് ദീപശിഖ VS അച്യുതാനന്ദന് ശേഷം ഇപ്പോൾ G. സുധാകരനാണ് തുടർച്ചയായി ദീപശിഖ അത്ലറ്റുകൾക്ക് കൈമാറുക. ജില്ലയിലെ എല്ലാ പാർട്ടി പ്രവർത്തകരും പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ഈ വയലാറിലേക്കുള്ള ദീപശിഖ പ്രയാണ ജാഥയിൽ എല്ലാവരും അതിനെ അനുഗമിക്കും. അങ്ങനെയാണ് വാഹന ജാഥയായാണ് വിവിധ ഇടങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരെത്തിയാണ് അത് മുന്നോട്ട് പോകുന്നത്. അത്ര ആവേശകരമായ ഒരു കാര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. അത് ആ ജാഥയിൽ പങ്കെടുക്കേണ്ടതായി ഉണ്ട്. തൻ്റെ ഉത്തരവാദിത്വം ആദ്യം ഇത് കൈമാറുക എന്നുള്ളതാണ്. അതിനുശേഷം അത് വയലാറിലെത്തി ദീപശിഖ അവിടെ സ്ഥാപിച്ച ശേഷം പുഷ്പചക്രം വെച്ചതിന് ശേഷം അല്ലെങ്കിൽ പുഷ്പാർച്ചന നടത്തിയതിന് ശേഷം മാത്രമേ അവിടെ നിന്ന് മടങ്ങാനാകൂ എന്നുള്ളതാണ് G. സുധാകരൻ പറയുന്നത്. എന്തായാലും 10:30-ക്കായിരുന്നു ഈ പരിപാടി നാലുചിറ പാലത്തിൻ്റെ ഉദ്ഘാടനം വെച്ചത്. ആ പരിപാടിക്ക് തന്നെ പ്രത്യേകതയുണ്ട്. കാരണം 4.5 വർഷത്തിന് ശേഷം ആദ്യമായി G. സുധാകരൻ ഒരു സർക്കാരിൻ്റെ ഭാഗമായ ഒരു പരിപാടിയിലേക്ക് ക്ഷണിക്കപ്പെടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ പോസ്റ്റർ വെച്ചുകൊണ്ട് ഇവിടെ ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് തുടങ്ങിവെച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം നടന്നിട്ടുണ്ട്. ആ കാലയളവിൽ ഒന്നും തന്നെ G. സുധാകരൻ ക്ഷണിക്കപ്പെട്ടിട്ടില്ല. അദ്ദേഹം അതിൻ്റെ അതൃപ്തി നേരിട്ട് തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തവണ സർക്കാരിൻ്റെ പോസ്റ്ററിൽ G. സുധാകരൻ്റെ ചിത്രം വന്നു എന്നുള്ളത് ശ്രദ്ധേയമായിരുന്നു. ഒപ്പം തന്നെ G. സുധാകരനെ ഇന്നലെ വൈകിട്ട് സലാം MLA G. സുധാകരനെ വീട്ടിലെത്തി ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഇന്നലെ വൈകിട്ട് അദ്ദേഹത്തെ നേരിട്ട് കാണുവാനോ അല്ലെങ്കിൽ അത്തരം ക്ഷണമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. പരിപാടിയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പുന്നപ്ര വയലാറിൻ്റെ ഈ പരിപാടിയിൽ നേരത്തെ തന്നെ G. സുധാകരനെ തീരുമാനിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് G. സുധാകരന് പങ്കെടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ ആരും ചോദിച്ചിട്ടുമില്ല. മറ്റൊന്ന്, ഇപ്പോഴും പ്രകോപനപരമായ പ്രശ്നങ്ങൾ ഇപ്പോഴും നടക്കുന്നു ആലപ്പുഴയിലെ പാർട്ടിക്കുള്ളിൽ എന്ന് തന്നെയാണ്. കാരണം ആദ്യഘട്ടത്തിൽ പൊതുമരാമത്ത് വകുപ്പും സർക്കാരും ഇറക്കിയ പോസ്റ്ററിൽ G. സുധാകരൻ്റെ ചിത്രം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. നോട്ടീസിൽ G. സുധാകരൻ്റെ പേര് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നലെ വൈകിട്ടോടുകൂടി അമ്പലപ്പുഴയുടെ കേന്ദ്രങ്ങളിൽ നിന്നും വീണ്ടും പോസ്റ്ററുകൾ ഇറങ്ങിത്തുടങ്ങി. ആ പോസ്റ്ററുകൾ വന്നിട്ടുള്ളത് G. സുധാകരൻ്റെ ചിത്രം മാറ്റി ആ ചിത്രത്തിന് പകരം KM ബാലഗോപാലിൻ്റെ ചിത്രം, ധനമന്ത്രിയുടെ ചിത്രമാണ് ആ
അതിൽ വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ വെക്കണമെങ്കിൽ പോലും അത് വെക്കേണ്ടിയിരുന്നത് കഴിഞ്ഞ ധനമന്ത്രി തോമസ് ഐസക്കിൻ്റെ ചിത്രമാണ്. കാരണം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അനുവദിച്ച തുകയാണ് ഈ നിർമ്മാണം. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 80% പൂർത്തീകരിച്ച നിർമ്മാണത്തിൻ്റെ ബാക്കിയാണ് ഈ സർക്കാർ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പൂർത്തീകരിക്കുകയും ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ധനമന്ത്രിയുടെ ചിത്രം വെച്ചെടുത്ത് തോമസ് ഐസക്കിൻ്റെ ചിത്രമായിരുന്നു വെക്കേണ്ടത്. പക്ഷേ ജി സുധാകരൻ്റെ ചിത്രം മാറ്റി അത്തരത്തിൽ കെ എം ബാലഗോപാലിൻ്റെ ചിത്രം വെച്ചുകൊണ്ട് വ്യാപകമായും ഒരു പോസ്റ്റർ ഇറങ്ങി. അതിൽ ജി സുധാകരൻ ഒഴിവാക്കപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ പ്രകോപനപരമായ കാര്യങ്ങൾ ഇപ്പോഴും ആലപ്പുഴയിലെ പാർട്ടിക്കുള്ളിൽ ഒരു ഉൾപാർട്ടി പോരിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് സംസ്ഥാന നേതൃത്വം തന്നെ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ശ്രമിക്കുന്നു. കാരണം ഇവർ പരസ്യമായി പ്രവർത്തകർ നടത്തുന്ന പല അഭിപ്രായ പ്രകടനങ്ങളും അതിനുള്ള ജി സുധാകരൻ്റെ മറുപടിയും പൊതുമധ്യത്തിൽ അപമാനിക്കപ്പെടുന്നതിനുള്ള പ്രകോപനപരമായ മറുപടികളുമെല്ലാം പാർട്ടി നേതൃത്വത്തെ ഇരുകൂട്ടരുടെയും ഇടപെടലിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം CPM ജില്ലാ സെക്രട്ടറി തന്നെ നേരിട്ടെത്തി ജി സുധാകരനുമായി സംസാരിച്ചു. അതിനുശേഷം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി തന്നെ നേരിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തി എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പരിഹരിക്കപ്പെടുമ്പോഴും ഇവിടെയുള്ള ഒരു ജില്ല കേന്ദ്രീകരിച്ചുള്ള പ്രാദേശികമായ പ്രകോപനങ്ങൾ, പ്രാദേശികമായ അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള രീതികൾ അത് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ നാലുചിറ പാലത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അവിടെ പ്രാദേശികമായി ജനങ്ങൾ ജി സുധാകരനൊരു സ്വീകരണം ഒരുക്കുന്നതിനൊക്കെയുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടന്നിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി അതുണ്ടാകുമോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ അതൊരു മറ്റൊരു രീതിയിലുള്ള കാര്യങ്ങളിലേക്കും എത്തും. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ വയലാറിലെത്തി അവിടെ പുഷ്പാർച്ചന നടത്തിയ ശേഷം മാത്രമേ പരിപാടിയിൽ പങ്കെടുക്കാനാകൂ. ആ പരിപാടിക്ക് മുമ്പ് അവിടെ നാലുചിറ പാലത്തിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണെങ്കിൽ താൻ അതിലുണ്ടാകില്ല എന്നാണ് ജി സുധാകരനിൽ നിന്ന് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ഇന്ന്. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണ തീയതി പ്രഖ്യാപിച്ചേക്കും. വൈകിട്ട് 4:15 വിഗ്യാൻ ഭവനിലാണ് വാർത്താ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. SIR നീട്ടിവെക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കേരളം ആവശ്യപ്പെട്ടിരുന്നു. വിവരങ്ങളുമായി VR കാർത്തിക് ചേരുകയാണ്. കാർത്തിക്, ഇന്ന് തീയതിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും, പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് കേരളം തീയതി സമയം നീട്ടി ചോദിച്ചിട്ടുള്ളത്. പക്ഷേ അത് പരിഗണിക്കപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ടോ? അതുതന്നെയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും നിർണായകവും. ബീഹാറിൽ സമഗ്ര തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കിയതിനു ശേഷം രാജ്യവ്യാപകമായി ഇത് നടപ്പാക്കുന്നതിൻ്റെ ആദ്യഘട്ടമാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് പ്രഖ്യാപിക്കാനാണ് യോഗം വിളിച്ചിരിക്കുന്നത്. 10 മുതൽ 15 സംസ്ഥാനങ്ങളിൽ ആദ്യഘട്ടം നടപ്പാക്കും എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. സ്വാഭാവികമായും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടിക പരിഷ്കരണം ഉണ്ടാകും. ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ കേരളം, തമിഴ്നാട് അടക്കമുള്ളവർ നേരത്തെ ചില നിലപാടുകൾ വ്യക്തമാക്കിയിരുന്നു. കേരളത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും സംയുക്തമായി ഈ SIR നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം പാസാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച യോഗത്തിൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. ഇത് പരിഗണിക്കുമോ എന്നതാണ് ഏറ്റവും നിർണായകം. പ്രത്യേകിച്ച് നവംബർ 1 ആരംഭിച്ച് ഫെബ്രുവരി ആദ്യവാരത്തോടുകൂടി സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പൂർത്തിയാക്കാനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യമിടുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ചില പ്രതിസന്ധിയുണ്ട്. കാരണം നവംബർ ആദ്യവാരം തന്നെ ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചേക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിനൊപ്പം ഈ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കൂടി നടപ്പാക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നേരത്തെ തന്നെ ഇത്തരം ഒരു ആവശ്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ വെച്ചത്. ഇത് പരിഗണിക്കുമോ എന്നതായിരിക്കും ഏറ്റവും നിർണായകം. മറ്റൊന്ന്, 2002 കേരളത്തിൽ അവസാനമായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നത്. അതായത് 23 വർഷങ്ങൾക്ക് മുൻപ്. അത്തരത്തിൽ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുമ്പോൾ അതിനാവശ്യമായ മുൻകരുതൽ നടപടികൾ, പ്രത്യേകിച്ച് അതിനാവശ്യമായ ഹോംവർക്കുകൾ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് കൂടി കൂടുതൽ സമയം നീട്ടി ആവശ്യപ്പെട്ടതിൽ അത്തരം ഒരു കാര്യം കൂടിയുണ്ട്. എന്നാൽ ഇതെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിക്കുമോ എന്നതാണ് ഏറ്റവും നിർണായകം. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ, കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ നേരത്തെ ഇക്കാര്യത്തിൽ കത്ത് നൽകിയിരുന്നു. ഇത് പരിഗണിക്കുമോ എന്നത് നിർണായകമാവും. സ്വാഭാവികമായും ഇത് പരിഗണിക്കാതെ ഇന്ന് വൈകിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് പ്രഖ്യാപിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അതൊരു രാഷ്ട്രീയ വിവാദത്തിന് തന്നെ വഴിവെച്ചേക്കും. എങ്കിലും സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി മുന്നോട്ട് പോകും എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. 10 മുതൽ 15 സംസ്ഥാനങ്ങളിൽ ആദ്യഘട്ടം നടപ്പാക്കുമെന്നാണ് വ്യക്തമാക്കിയിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഭരണപക്ഷവും പ്രതിപക്ഷവും കൊണ്ടുവന്ന ഈ സംയുക്ത പ്രമേയമടക്കം പരിഗണിച്ചുകൊണ്ട് ഇത്തരത്തിൽ കേരളത്തിന് ഒരു ഇളവ് നൽകുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ അടക്കം ഈ വിഷയത്തിൽ പ്രതികരണവുമായി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഇത്
AIDMKയുടെയും അതോടൊപ്പം തന്നെ BJPയുടെയും തമിഴ്നാട്ടിലെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുമെന്ന തരത്തിലുള്ള രാഷ്ട്രീയ പ്രതികരണമാണ് ഈ ഘട്ടത്തിൽ വന്നിരിക്കുന്നത്. സ്വാഭാവികമായും ഇന്ന് വൈകിട്ട് പ്രഖ്യാപിക്കുമ്പോൾ തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഉണ്ടാകും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ പ്രതികരണം എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. 2002 SIR പട്ടികയിൽ പേരുള്ളവർക്ക് ബൂത്ത് ലെവൽ ഓഫീസർമാർ നൽകുന്ന എനുമറേഷൻ ഫോം ഫില്ല് ചെയ്ത് നൽകിയാൽ മതി. പക്ഷേ അതിനുശേഷം ജനിച്ചവർ, അതായത് 2002 കേരളത്തിലെ വോട്ടർ പട്ടികയുടെ കണക്കനുസരിച്ച് ഏതാണ്ട് 2.24 കോടി വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. 2025 ജൂലൈ ആയപ്പോഴേക്കും ഇത് 2.78 കോടിയായി. അതായത് ഏതാണ്ട് 54 ലക്ഷം പേർക്ക് ഇതിൽ രേഖകളടക്കം സമഗ്രമായി ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വരുമ്പോൾ പല രേഖകളും ഹാജരാക്കേണ്ടി വരും. ആ രേഖകളുടെ കാര്യത്തിലൊക്കെ നേരത്തെ തന്നെ ബീഹാറുമായി ബന്ധപ്പെട്ട് നടത്തിയപ്പോൾ പല വിവാദങ്ങളും ഉണ്ടായിരുന്നു. ഏതൊക്കെ രേഖകൾ പരിഗണിക്കുമെന്ന തരത്തിൽ പല വിവാദങ്ങളും ഉണ്ടായിരുന്നു. അതടക്കമുള്ളവ പരിഗണിച്ചില്ല. അതും വലിയ തോതിൽ വിവാദമായി. അപ്പോൾ അത്തരത്തിലൊരു പശ്ചാത്തലത്തിൽ കൂടി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വിളിച്ച വാർത്താ സമ്മേളനം നിർണായകമാണ്. അതിൽ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഉണ്ടാകുമെങ്കിൽ സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ അതൊരു രാഷ്ട്രീയ വിവാദത്തിന് വഴിവെക്കും. എന്തായാലും വലിയ തോതിലുള്ള സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നവംബർ 1 ആരംഭിച്ച് ഫെബ്രുവരി ആദ്യവാരത്തോടെ പൂർത്തിയാക്കാനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യമിടുന്നത്. അറിയാം. യെസ്, VR കാർത്തിക്കാണ് സമഗ്രമായ വിവരങ്ങളുമായി ചേർന്നത്. സംസ്ഥാനത്ത് ഇന്ന് മഴ ശക്തമാകും. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. ഇടിമിന്നലിനും സാധ്യതയുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മൺത ചുഴലിക്കാറ്റ് നാളെ തീരം തൊടും. ഒഡീഷ, ആന്ധ്ര സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടിമാലി കൂമ്പൻപാറയിലെ മണ്ണിടിച്ചിലിന്റെ കാരണം കണ്ടെത്താൻ പരിശോധന. ജിയോളജി, റവന്യൂ, പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെ സംയുക്ത സംഘം സ്ഥലത്ത് പരിശോധന നടത്തും. പ്രാഥമിക റിപ്പോർട്ട് 2 ദിവസത്തിനകം തയ്യാറാക്കും. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരെ താൽക്കാലികമായി മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നടപടിയും സ്വീകരിക്കും. VK സ്റ്റാലിൻ അല്പസമയത്തിനകം കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. എന്തായാലും ഇന്ന് നിർണായകമായ പരിശോധനയാണ് ഈ 3 വകുപ്പുകളുടെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്നത്. ജിയോളജി, റവന്യൂ, പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെ സംയുക്ത പരിശോധനയാണ് നടക്കുന്നത്. നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം ന്യൂസ് 18 തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. ഇവിടെ ഈ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നതിന് തലേ ദിവസം അവിടെ ഭൂമി വിണ്ടുകീറുന്ന ആ ഒരു മലയുടെ ഭാഗം വിണ്ടുകീറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ അവിടുത്തെ പ്രദേശവാസികൾക്കെല്ലാം വലിയ ആശങ്കയുണ്ടായിരുന്നു. അവരത് വീഡിയോ ചിത്രീകരിക്കുകയും അതേക്കുറിച്ച് സംസാരിക്കുകയും ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് അത്രയും കുടുംബങ്ങളെ, 42ഓളം കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചത് ക്യാമ്പുകളിലേക്ക്. അതിനാൽ തന്നെയാണ് അവിടെ ഒരു വലിയ ദുരന്തം ഒഴിവായത്. എന്തായാലും ഇന്ന് ആ സ്ഥലത്ത് വിശദമായ പരിശോധന നടക്കുന്നു എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. കുടുംബാംഗങ്ങളെ TVK അധ്യക്ഷൻ വിജയ് ഇന്ന് കാണും. മഹാബലിപുരത്തെ റിസോർട്ടിൽ വെച്ചാണ് കൂടിക്കാഴ്ച. 38 കുടുംബങ്ങൾ ചെന്നൈയിൽ എത്തി. 10 മണിയോടെയാകും വിജയ് റിസോർട്ടിൽ എത്തുക. അജയ് സുധാ ബിജു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, വിജയെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് ഈ കൂടിക്കാഴ്ച. 10 മണിയോടുകൂടി വിജയ് റിസോർട്ടിലേക്ക് എത്തുകയും കുടുംബാംഗങ്ങളെ, ഓരോ കുടുംബത്തെയും നേരിട്ട് കണ്ട് സംസാരിക്കുകയും ചെയ്യും, അല്ലേ? ആര്യ, വിജയ് ഇപ്പോൾ നിലവിൽ ഈ റിസോർട്ടിൽ എത്തിക്കഴിഞ്ഞു. മഹാബലിപുരത്തെ റിസോർട്ടിൽ വിജയ് എത്തിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിജയ് 10 മണിയോടെ ആയിരിക്കും ഈ പൊതുസമ്മേളനം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. വിജയ് ഇപ്പോൾ ഒരു റിസോർട്ടിലേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. വിജയ് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കുടുംബങ്ങളുമായി സ്വകാര്യമായി വിജയ് സംസാരിക്കുകയാണ് എന്നാണ് വിവരം ലഭിക്കുന്നത്. ഇവിടെ 50 കുടുംബങ്ങളിലായിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള 37 കുടുംബങ്ങളെ പാർപ്പിച്ചിരിക്കുന്നത്. ഇവരെ വിജയ് ഓരോ മുറിയിലെത്തി സ്വകാര്യമായിട്ട് കാണും, ഇവരോട് സംസാരിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിന് ശേഷമായിരിക്കും 10 മണിക്ക് ഒരു പൊതുസമ്മേളനം അത് നടക്കുക. അത് ഇതിനകത്ത് വെച്ച് തന്നെയുള്ള ഒരു കൺവെൻഷൻ ഹാളിലായിരിക്കും ഇത്തരം ഒരു പൊതുപരിപാടി നടക്കുക. ഇവിടെ വെച്ച് ഈ മരിച്ചവർക്ക് വേണ്ടി വിജയ് അന്ത്യാഞ്ജലി അർപ്പിക്കും. ഒരു മെഴുകുതിരിയൊക്കെ കത്തിച്ച് ഒരു പ്രാർത്ഥനാ ചടങ്ങ് പോലെയായിരിക്കും ഇത് സംഘടിപ്പിക്കുക. അതിനുശേഷം വിജയ് തൻ്റെ പാർട്ടി അംഗങ്ങളെയും അതുപോലെ തന്നെ ഈ ബന്ധുക്കളെയും
അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ഇവിടെ വിജയ് തൻ്റെ രാഷ്ട്രീയ ഭാവിയും അതുപോലെ തന്നെ TVKയുടെ റാലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കും എന്നാണ് വിവരം. അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുമ്പോൾ വിജയ്ക്ക് എന്തുകൊണ്ടാണ് കരൂരിൽ എത്തി അവരെ കാണാൻ കഴിയാത്തത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് വിവരം. അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള മറ്റ് സഹായങ്ങൾ ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും വിജയ് വിശദീകരിക്കുമെന്നാണ് വിവരം. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി 20 ലക്ഷം രൂപ വിജയ് കൈമാറിയിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ടമായിട്ട് ഇവർക്ക് ഇനി ഒരു 10 വർഷം ഇവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ചെലവുകളും വഹിക്കാം എന്നുള്ള രീതിയിൽ വിജയ് പറഞ്ഞിട്ടുണ്ട്. ഇതിനു വേണ്ടി ഒരു പ്രത്യേക ട്രസ്റ്റൊക്കെ രൂപീകരിച്ച് ഈ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ചികിത്സാ ചെലവുകളും അല്ലെങ്കിൽ മറ്റ് അടിയന്തര ആവശ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കാനുള്ള രീതിയിലൊരു ആലോചന നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വീട്ടുകാരോട് സംസാരിക്കും. അതുമാത്രമല്ല മരിച്ച ആളുകളുടെ മക്കൾ ഇവരുടെ വിദ്യാഭ്യാസം സംബന്ധിച്ചിട്ടുള്ള എല്ലാ ചെലവുകളും വിജയ് ഏറ്റെടുക്കാനായിട്ട് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം വിജയ് ഇന്ന് വിശദീകരിക്കും എന്നാണ് വിവരം ലഭിക്കുന്നത്. അതുപോലെ തന്നെ പരിക്കേറ്റവർക്ക് വേണ്ടിയിട്ടുള്ള നഷ്ടപരിഹാര തുക ഇത് ആദ്യഘട്ടത്തിൽ നൽകിയിട്ടില്ല എന്നൊരു ആക്ഷേപം അത് TVKക്കെതിരെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പരിക്കേറ്റ 10 പേരെ ഈ ഒരു ഇപ്പോൾ നിലവിൽ ഈ വിജയ് ബന്ധുക്കളെ കാണുന്ന ആ വേദിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മഹാബലിപുരത്തുള്ള റിസോർട്ടിലേക്ക് ഈ 10 പേർക്ക് വേണ്ടിയിട്ടുള്ള തുക 2 ലക്ഷം രൂപ വെച്ചിട്ടാണ് പരിക്കേറ്റവർക്കുള്ള തുക. ഇത് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഈ 10 പേർക്ക് കൈമാറും എന്നാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് വിവരം ലഭിക്കുന്നത്. ഈ പരിക്കേറ്റവരെ ഉൾപ്പെടെ ഈ ബസ്സിൽ കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്ന ആ ഒരു കാര്യം ഇതിൽ DMK നേതാക്കളെല്ലാം കടുത്ത വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഒരു നേതാവിന് വേണ്ട ക്വാളിറ്റി അല്ല വിജയ് കാണിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള ആക്ഷേപങ്ങളാണ് DMK ഉന്നയിക്കുന്നത്. അതേസമയം തന്നെ ഇപ്പോൾ നമ്മൾ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം സുപ്രീം കോടതി പ്രഖ്യാപിച്ചിരുന്നു. ആ CBI അന്വേഷണം അത് ഇന്നലെ മുതൽ ആരംഭിച്ചു. ഇന്നലെയാണ് CBI അന്വേഷണത്തിന് വേണ്ടി CBI ഉദ്യോഗസ്ഥരിൽ ചിലർ ആ കരൂരിൽ ദുരന്തം നടന്ന സംഭവസ്ഥലം സന്ദർശിക്കുകയും അതുമായി ബന്ധപ്പെട്ട് നിരീക്ഷണങ്ങളെല്ലാം നടത്തുകയും ചെയ്തത്. അതുപോലെ തന്നെ ഈ TVKയുടെ ജോയിന്റ് സെക്രട്ടറിയും ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ബുസി ആനന്ദിനെയും നിർമ്മൽ കുമാറിനെയും ചോദ്യം ചെയ്യാൻ വേണ്ടി CBI നോട്ടീസ് നൽകിയിട്ടുണ്ട്. നാളെ അവരോട് ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ CBI അന്വേഷണവും ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അതുമാത്രമല്ല ഈ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഈ ആൾക്കൂട്ടം കൂടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഹർജികൾ അത് മദ്രാസ് ഹൈക്കോടതിയിൽ നിലവിൽ പരിഗണനയിലാണ്. അത് സംബന്ധിച്ചിട്ടുള്ള നിരീക്ഷണവും ഇന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 10 മണിയോടെ ആയിരിക്കും വിജയ് ഈ ഒരു പൊതുപരിപാടിയായിട്ട് സംസാരിച്ച് തുടങ്ങുക. നിലവിൽ കുടുംബാംഗങ്ങളുമായിട്ടല്ലാതെ വിജയ് കൂടിക്കാഴ്ച നടത്തുകയാണ്. ഈ പൊതുപരിപാടിക്ക് ശേഷവും വിജയ് അവരോട് സംസാരിക്കും. എല്ലാ കുടുംബാംഗങ്ങളോടും 10 മുതൽ 15 മിനിറ്റ് വരെ സംസാരിക്കും. അവരുടെ റൂമിൽ വിജയും അവരും മാത്രമായിട്ടൊരു സ്വകാര്യ കൂടിക്കാഴ്ചയായിട്ടായിരിക്കും ഒരുക്കുക. 50 മുറിയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് വിജയോടൊപ്പം ഉച്ചഭക്ഷണത്തിന് ശേഷം 3 മണിയോടെ എല്ലാ പരിപാടികളും അവസാനിപ്പിക്കാനാണ് TVK ഇപ്പോൾ നിലവിൽ ആലോചിച്ചിട്ടുള്ളത്. കടുത്ത സുരക്ഷയും ഈ മഹാബലിപുരത്തുള്ള റിസോർട്ടിന് ചുറ്റും ഒരുക്കിയിട്ടുണ്ട്. ബാരിക്കേഡുകൾ എല്ലാം വെച്ച് ഇങ്ങോട്ടുള്ള വഴി എല്ലാം അടച്ച് ഒരു നിശ്ചിത ആളുകൾക്ക് മാത്രമേ ഈ പാർട്ടി അംഗങ്ങൾക്കും അതുപോലെ തന്നെ ഈ മരിച്ച ബന്ധുക്കൾക്കും മാത്രമേ ഇങ്ങോട്ടുള്ള പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ. ഈ ബന്ധുക്കളെല്ലാം ഇന്നലെ വൈകുന്നേരം തന്നെ മഹാബലിപുരത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ചിലർ ഇന്ന് രാവിലെ എത്തിച്ചേർന്നു. ഇവരെ നിരവധി ബസ്സുകളിലാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇന്ന് ഇപ്പോൾ ഉടൻ തന്നെ ഈ കൂടിക്കാഴ്ച തുടങ്ങി വിജയ് ഇപ്പോൾ ആളുകളെ കാണും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിലെ ഏറ്റവും വലിയ ആകാംക്ഷ വിജയുടെ രാഷ്ട്രീയ ഭാവി തന്നെയാണ്. അതെ, തീർച്ചയായും. അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ നൽകിയത്. ചൈനയ്ക്ക് മേൽ 100% തീരുവ ചുമത്താനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറി US. ആസിയാൻ ഉച്ചകോടിക്കിടെ ചൈനീസ് പ്രതിനിധികൾ US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസറ്റുമായി നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്നായിരുന്നു തീരുമാനം. ചൈനയുമായി ഉടൻ വ്യാപാര കരാറിലെത്തുമെന്ന് ട്രംപും സ്ഥിരീകരിച്ചു. A good deal with China, and they want to make a deal, and we want to make a deal. We've agreed to meet. We're going to meet then later in China, and we're going to meet in the U.S. in either Washington or at Mar-a-Lago, Palm Beach. So, I think a lot of these talks when we meet, we've done a lot of discussions before we meet. We've done discussions with Brazil. So I think we're going to end up having a good deal for both countries. I think with China that's going to happen, and we have other deals. We have Japan, we have South Korea, we have a lot of meetings. But people seem to be very interested in China. I think we're going to have a very
അജയ് സുധാ ബിജു നമുക്കൊപ്പം തുടരുന്നുണ്ട്. അജയ്, ഇരട്ട നീതി ഇരട്ട നയം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ? ഇന്ത്യക്ക് തല്ലും ചൈനയ്ക്ക് തലോടലും. ഇപ്പോൾ അമേരിക്കയുടെ ഒരു കാര്യം നമ്മൾ നിലവിലെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ചൈനയുടെ സഹായമില്ലാതെ, പ്രത്യേകിച്ച് ചൈനയുടെ ഒരു വ്യാപാര മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അവർ പൂർണ്ണമായിട്ട് സഹകരിക്കാതെ അമേരിക്കയ്ക്ക് അധികം മുന്നോട്ട് നിലനിന്ന് പോകാൻ സാധിക്കില്ല എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ നിലവിൽ അമേരിക്കയുടെ പെട്ടെന്നുള്ള വെപ്രാളവും അതുപോലെ തന്നെ ഈ വ്യാപാര കരാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ചർച്ചകൾ ചൂടുപിടിപ്പിക്കാനുള്ള ഒരു കാര്യമെല്ലാം നമുക്കിപ്പോൾ നിലവിൽ അതിൻ്റെ ഒരു സൂചനയാണെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇപ്പോൾ നിലവിൽ ഈ ആസിയാൻ ഉച്ചകോടി സംബന്ധിച്ച് അതിൻ്റെ ഭാഗമായിട്ട് ചൈനീസ് പ്രതിനിധികളെ ഇപ്പോൾ US പ്രതിനിധികൾ കണ്ടിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 2 ദിവസമായി ഇവർക്കിടയിൽ ചർച്ചകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ US-ൻ്റെ പ്രതിനിധിയായിട്ടുള്ള ജാമിസൺ ഗ്രീർ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് ചൈനയുമായി നല്ല രീതിയിലൊരു ചർച്ച നടക്കുകയാണ്, ഉടൻ തന്നെ ഒരു കരാറിൽ എത്തിച്ചേരാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2 രാജ്യത്തെ നേതാക്കൾക്ക് വേണ്ടി ഷീ ജിൻപിങ്ങിനും ട്രംപിനും കൂടിക്കാഴ്ച നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഈ വരുന്ന വ്യാഴാഴ്ച ദക്ഷിണ കൊറിയയിൽ വെച്ച് ഇരുവരും കൂടിക്കാഴ്ച നടത്തും എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. അപ്പോൾ ഈ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സന്നാഹങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇരു നേതാക്കൾക്കും ഇനിയൊരു അവസാനവട്ട സെറ്റിൽമെൻറ്റ് നടത്തിയാൽ മതിയെന്നാണ് ജാമിസൺ ഗ്രീർ ഇന്നലെ പറഞ്ഞത്. അതുപോലെ തന്നെ US-ൻ്റെ സാമ്പത്തിക സെക്രട്ടറി ആയിട്ടുള്ള സ്കോട്ട് ബെസറ്റ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിനോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ചൈനയ്ക്ക് മേൽ 100% തീരുവ എന്നുള്ളതൊക്കെ പഴയ പ്രഖ്യാപനങ്ങളാണ്, അതിന് ഇപ്പോൾ നിലവിൽ പ്രസക്തിയൊന്നുമില്ല. ചൈനയുമായി നല്ല രീതിയിൽ ഒരു ചർച്ചകൾ നടന്നു വരികയാണ്, ഉടൻ തന്നെ ഒരു കരാറിലെത്താൻ സാധിക്കും എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ട്രംപും ഇന്നലെ ബ്രസീലുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ മാധ്യമങ്ങളുടെ ഒരു ചോദ്യത്തിന് പ്രതികരിച്ചിരുന്നു. ട്രംപും പറഞ്ഞത് ചൈനയുമായി ഉടൻ തന്നെ ഒരു കരാറിലെത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ചൈനയും ഞങ്ങളോടൊപ്പം ഒരു കരാറിലെത്താൻ ആഗ്രഹിക്കുന്നു, അപ്പോൾ ഉടൻ തന്നെ ഒരു സമവായത്തിലെത്തും എന്നുള്ള രീതിയിലാണ് ട്രംപ് പ്രതികരിച്ചത്. അപ്പോൾ ചൈനയുമായിട്ട് പെട്ടെന്ന് തന്നെ ഒരു കരാറുണ്ടാക്കി അവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാൻ തന്നെയാണ് അമേരിക്ക ശ്രമിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ചൈനയിൽ നിന്ന് അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന റെയർ എർത്ത് എലമെൻസിൻ്റെ മാഗ്നറ്റുകളുടെയും ഒരു കയറ്റുമതിയാണ്. ഇത് ഇപ്പോൾ താൽക്കാലികമായിട്ടൊന്ന് ഫ്രീസ് ചെയ്യാൻ ചൈന തീരുമാനിച്ചിരുന്നു. 1 വർഷത്തേക്ക് ഇത് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യില്ല എന്നൊരു തീരുമാനമാണ് ചൈന എത്തിയത്. ഇത് അമേരിക്കയുടെ ഈ തീരുവ പ്രഖ്യാപനം, ഈ തീരുവ ഭീഷണിയൊക്കെ തുടർന്നാണ്. അപ്പോൾ ഈ ഒരു തീരുമാനത്തിൽ നിന്ന് ചൈനയെ ഒന്ന് പിൻവലിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് നിലവിലുണ്ടാകുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉൾപ്പെടെ ചൈനയുമായി കഴിഞ്ഞു എന്നാണ് സൂചന. അതുപോലെ തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ അമേരിക്കയിൽ നിന്നുള്ള സോയാബീൻ്റെ കയറ്റുമതി, ഈ തീരുവ പ്രഖ്യാപനത്തിന് ശേഷം അമേരിക്കയിൽ നിന്ന് സോയാബീൻ വാങ്ങില്ല എന്ന് ചൈന തീരുമാനിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ഈ അമേരിക്കയിലെ സോയാബീൻ കർഷകർ ട്രംപിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അഴിച്ചുവിടുകയുണ്ടായിരുന്നു. അത് ഇപ്പോൾ അടുത്തിടെ നടന്ന നോ കിങ്സ് പ്രൊട്ടസ്റ്റിൽ ഉൾപ്പെടെ ഈ കർഷകർ പങ്കാളികളാകുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ അമേരിക്ക നേരിടുന്ന ഇത്തരം റെയർ എർത്ത് എലമെൻസിൻ്റെ ഒരു കുറവാണെങ്കിലും ഈ സോയാബീൻസിൻ്റെ കയറ്റുമതി നിലച്ചതിലൂടെ അവർക്കുണ്ടാകുന്ന നഷ്ടമാണെങ്കിലും ഇത് രണ്ടും എത്രയും വേഗം നികത്തിക്കൊണ്ട് ട്രംപ് ഭരണകൂടത്തിന് ഒന്ന് മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിലവിലുള്ള ചർച്ചകൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ നവംബർ 1 മുതൽ 155% തീരുവ ചൈനയ്ക്ക് മേൽ ചുമത്തും എന്നായിരുന്നു അമേരിക്കയുടെ പഴയ ഭീഷണി. അതിൽ നിന്നാണ് നിലവിൽ അമേരിക്ക പിന്നോട്ട് പോയിരിക്കുന്നത്. യെസ്, അജയ് സുധാ ബിജു ആണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്കുള്ള വിമാന സർവീസ് പുനരാരംഭിച്ചു. കൊൽക്കത്തയിൽ നിന്ന് ഗ്യാങ്ഷുയിലേക്കായിരുന്നു ആദ്യ വിമാനം. ഇന്നലെ രാത്രി 10 മണിക്കാണ് ഇത് യാത്ര തിരിച്ചത്. നവംബർ 9 മുതൽ ഡൽഹിയിൽ നിന്ന് ഷാങ്ഹായിലേക്ക് വിമാന സർവീസ് തുടങ്ങും. ആഴ്ചയിൽ 3 ദിവസമായിരിക്കും ഈ സർവീസ് ഉണ്ടാവുക. ക്വാലാലംപൂരിലെ ആസിയാൻ ഉച്ചകോടിക്കിടെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയെ കണ്ടു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഈ കൂടിക്കാഴ്ച. മാർക്കോ റൂബിയോയെ കാണാൻ സാധിച്ചതിൽ സന്തോഷമെന്ന് എസ് ജയശങ്കർ എക്സിൽ കുറിച്ചു. ഇന്ത്യ അമേരിക്ക ഉഭയകക്ഷി ബന്ധങ്ങളും അന്താരാഷ്ട്ര വിഷയങ്ങളും ചർച്ചയായതായും അദ്ദേഹം വ്യക്തമാക്കി. ബന്ദികളുടെ മൃതദേഹങ്ങൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ വ്യാപകമാക്കി ഹമാസ്. ഈജിപ്ത് അത്യാധുനിക ഉപകരണങ്ങളും ദൗത്യ സംഘത്തെയും കൈമാറി. 48 മണിക്കൂറിനുള്ളിൽ എല്ലാ മൃതദേഹങ്ങളും കൈമാറണമെന്ന് ട്രംപ് ശനിയാഴ്ച ഭീഷണി മുഴക്കിയിരുന്നു. ഇനി 13 മൃതദേഹങ്ങളാണ് ഹമാസ് ഇസ്രായേലിന് വിട്ടു നൽകാനുള്ളത്.
അജയ് സുധാ ബിജു നമുക്കൊപ്പം തുടരുന്നുണ്ട്. അജയ്, നമുക്കറിയാം ഈ സമാധാന കരാറുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ വ്യവസ്ഥയാണിത്. ഈ ബന്ധി കൈമാറ്റം മരിച്ചുപോയ ബന്ധികളാണെന്നുണ്ടെങ്കിൽ അവരുടെ മൃതദേഹങ്ങൾ കൈമാറുക എന്നുള്ളത്. പക്ഷെ അതിലിപ്പോൾ 13 മൃതദേഹങ്ങൾ കൂടി ഹമാസിന് കൈമാറാനുണ്ട്. ഈ മൃതദേഹങ്ങൾക്കായുള്ള തെരച്ചിൽ നടത്തുക എന്നത് പറയുന്നത് സങ്കീർണമാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഇപ്പോൾ നിലവിൽ ഒരു ഗാസയിലുള്ള സ്ഥിതിഗതികൾ അത് ഇപ്പോൾ ദൃശ്യങ്ങളിലൂടെ കണ്ട് നമുക്ക് തന്നെ സുപരിചിതമാണ്. അവിടെയുള്ള കെട്ടിടങ്ങൾ പൂർണ്ണമായിട്ടും നശിക്കുകയും അവിടെ ഒരു വാസയോഗ്യമല്ലാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ നടക്കുന്നത്. അപ്പോൾ അവിടെയുള്ള തിരച്ചിലെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഹമാസിനെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയാണ്. ഇത് ആദ്യഘട്ടത്തിൽ തന്നെ ഹമാസ് ഇത്തരം ഒരു വെല്ലുവിളി തങ്ങൾ നേരിടുന്നതായിട്ട് ഇസ്രായേലിനോട് പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ ഈ തെരച്ചിൽ നടത്താൻ വേണ്ടി അത്യാധുനിക സൗകര്യമുള്ള ഉപകരണങ്ങൾ ഹമാസ് ആവശ്യപ്പെട്ടിരുന്നു. ഇത് തെരച്ചിൽ നടത്താൻ വേണ്ടി മാത്രമല്ല, ഇവിടെയുള്ള കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ മാറ്റി പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി അവിടെ പഴയതുപോലെ വാസയോഗ്യമാക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, വീണ്ടും ഒരു പുനർനിർമ്മാണം, ഗാസയുടെ പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ ഉപകരണങ്ങൾ ഉൾപ്പെടെ ഈ ഹമാസും അതുപോലെ തന്നെ പലസ്തീൻ്റെ മറ്റ് അധികൃതർ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇസ്രായേൽ ഇത് ആദ്യഘട്ടം മുതൽ തന്നെ ഇതിന് വലിയൊരു ഉപരോധമാണ് ഏർപ്പെടുത്തിയത്. ഇത്തരത്തിൽ ഉപകരണങ്ങൾ നൽകാൻ സാധിക്കില്ല എന്നൊരു നിലപാട് ഇസ്രായേൽ എടുത്തിരുന്നു. അതിനവർ കാരണമായിട്ട് പറയുന്നത് ഇത്തരം അത്യാധുനിക ഉപകരണങ്ങൾ അത് ഹമാസ് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊരു വാദമാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇത്തരം ഉപകരണങ്ങൾ ലഭിക്കാത്തതിൻ്റെ ഒരു പ്രശ്നം അത് ഹമാസ് നേരിടുന്നുമുണ്ട്. അതാണ് അവർ എടുത്തു പറഞ്ഞത്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ നിലവിൽ 15 മൃതദേഹങ്ങൾ മാത്രമേ ഹമാസിന് ഇസ്രായേലിന് മടക്കി നൽകാൻ സാധിച്ചുള്ളൂ. ഇതിൽ പല മൃതദേഹങ്ങളും ഈ ബന്ദികളുടേതല്ല, മറ്റ് ആളുകളുടെ മൃതദേഹങ്ങളാണ് മാറി ഹമാസ് കൈമാറിയത് എന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു. ഇത് വലിയ രീതിയിലുള്ള പ്രകോപനത്തിന് ഉൾപ്പെടെ വഴിവെച്ചിരുന്നു. ഇനിയും 13 പേരുടെ മൃതദേഹങ്ങൾ ഹമാസ് മടക്കി നൽകാനുണ്ട് എന്നാണ് വിവരം. അപ്പോൾ ഈ മൃതദേഹങ്ങൾക്കായി തെരച്ചിൽ നടത്താൻ വേണ്ടിയിട്ടാണ് നിലവിൽ ഈ ഈജിപ്തിൽ നിന്ന് ഉപകരണങ്ങൾ ഈ ഹമാസ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അവസാന ഘട്ടത്തിൽ ഇത്തരത്തിൽ ആദ്യം മുതലേ പറയുന്നുവെങ്കിലും ഇപ്പോഴാണ് ഈ ഈജിപ്തിൽ നിന്ന് ഈ പുതിയ ഉപകരണങ്ങൾ, അത്യാധുനിക ഉപകരണങ്ങൾ തെരച്ചിൽ നടത്താൻ വേണ്ടി ഗാസയിലേക്ക് അയച്ചത്. അപ്പോൾ അത് വെച്ചിട്ടുള്ള തെരച്ചിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖാൻ യൂണിസിലാണ് തെരച്ചിൽ ഇപ്പോൾ നിലവിൽ നടക്കുന്നതെന്നാണ് വിവരം. ഇതിനെ തുടർന്ന് മറ്റ് സ്ഥലങ്ങളിലും ഈ ബന്ദികളെ പാർപ്പിച്ചിരുന്ന മറ്റ് സ്ഥലങ്ങളിലും വ്യാപക തെരച്ചിൽ നടത്തും. അതിനുശേഷം എത്രയും വേഗം തന്നെ ഈ ബന്ദികളുടെ മൃതദേഹങ്ങൾ വീണ്ടെടുത്ത് അത് ഇസ്രായേലിന് കൈമാറാൻ തന്നെയാണ് ഹമാസിന്റെ നീക്കം. ഇസ്രായേൽ ഇതുവരെ 195 പലസ്തീനികളുടെ മൃതദേഹങ്ങളാണ് കൈമാറിയിട്ടുള്ളത്. ഇതിൽ പലതും തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ ഗാസയിൽ ആരോഗ്യ സംവിധാനങ്ങൾ ഉൾപ്പെടെ തകർന്ന സാഹചര്യത്തിൽ DNA ടെസ്റ്റ് ഉൾപ്പെടെ നടത്താൻ സാധിക്കാത്ത ഒരു പ്രശ്നം നേരിടുന്നതായി അവർ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് പ്രത്യേക ഇവരുടെ ഐഡന്റിറ്റി കൂടി വെളിപ്പെടുത്തിക്കൊണ്ട് ആരാണ് മരിച്ചത് എന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഇസ്രായേൽ കൈമാറണം എന്നിവർ പറഞ്ഞിരുന്നു. എന്നാൽ ഇതിന് ഇസ്രായേൽ തയ്യാറായില്ല. അപ്പോൾ ഈ മരിച്ച ആളുകൾ ആരൊക്കെയാണ് എന്നത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഈ പലസ്തീനിൽ അവർ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ മൃതദേഹങ്ങൾ ഒന്നിച്ച് സംസ്കരിക്കുന്ന ഒരു കാര്യങ്ങൾ ഉൾപ്പെടെയാണ് അവിടെ സ്വീകരിച്ചു വരുന്നത്. അതുപോലെ തന്നെ ബന്ദി കൈമാറ്റം ഹമാസ് പൂർണ്ണമാക്കി കഴിഞ്ഞു. ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഭൂരിഭാഗം ആളുകളെയും തിരിച്ചയച്ചു കഴിഞ്ഞു. ഇനി അടുത്ത 2ാം ഘട്ട ചർച്ചകൾ തുടങ്ങാനിരിക്കുകയാണ്. ഇനി ബന്ദി കൈമാറ്റം പൂർണ്ണമാക്കാൻ വേണ്ടിയിട്ട് ഈ ഹമാസ് തെരച്ചിൽ ഉൾപ്പെടെ വ്യാപകമാക്കിയിരിക്കുന്നത്. അജയ് സുധാ ബിജു ആണ് സമഗ്രമായ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയെയും തിരുവാഭരണ കമ്മീഷണർമാരെയും ഉടൻ ചോദ്യം ചെയ്തേക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡ് ജീവനക്കാരെ ഉൾപ്പെടെ പ്രത്യേക അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യുക. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജയശ്രീ, തിരുവാഭരണ കമ്മീഷണർമാരായ ബൈജു, രാധാകൃഷ്ണൻ എന്നിവരെ ഉൾപ്പെടെയാകും ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തുക. ഉദ്യോഗസ്ഥരുടെ പങ്ക് തെളിയിക്കുന്ന വിവരങ്ങൾ ലഭിച്ചാൽ മുരാരി ബാബുവിന് പിന്നാലെ ജീവനക്കാർക്കെതിരെയും അറസ്റ്റ് ഉൾപ്പെടെയുള്ള തുടർ നീക്കങ്ങൾ SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കും. CPM ഉദയംപേരൂർ നോർത്ത് മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തെരേക്കൽ TS പങ്കജാക്ഷന്റെ ആത്മഹത്യ പാർട്ടിയുമായുള്ള പ്രശ്നങ്ങൾ കൊണ്ടെന്ന ആരോപണവുമായി കോൺഗ്രസ്. CPMലെ പല സാമ്പത്തിക ഇടപാടുകളിലും പങ്കജാക്ഷൻ ഉൾപ്പെട്ടിരുന്നു. പാർട്ടിക്ക് സഹായിക്കാമായിരുന്നിട്ടും പ്രതിസന്ധിയിൽ പങ്കജാക്ഷനെ പാർട്ടി കൈയൊഴിഞ്ഞു. ഇന്ന് CPMന്റെ നടക്കാവ് ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തും. തൃപ്പൂണിത്തുറ നടക്കാവിലെ CPM നേതാവ് പങ്കജാക്ഷന്റെ ആത്മഹത്യയിൽ പാർട്ടിക്ക് വ്യക്തമായ പങ്കുണ്ടെന്ന് ആരോപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ്.
പങ്കജാക്ഷന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നതായി പാർട്ടിക്കാർ തന്നെ പറയുന്നുണ്ട്. എന്നാൽ ആ സാമ്പത്തിക ബാധ്യത പാർട്ടി തന്നെ ഉണ്ടാക്കിയതാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. CPM-ലെ പല സാമ്പത്തിക ഇടപാടുകളിലും പങ്കജാക്ഷൻ ഉൾപ്പെട്ടിരുന്നു. ഉദയംപേരൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് TK പ്രസാദും പങ്കജാക്ഷനുമായി ചേർന്നായിരുന്നു സാമ്പത്തിക ഇടപാടുകൾ. ആ ഇടപാടുകൾ നിയമപരമായിരുന്നോ എന്നും അന്വേഷണം വേണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന് നേരിട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങളെ സംബന്ധിച്ച് എല്ലാ പാർട്ടിക്ക് പരാതിയും അറിയുന്ന സാഹചര്യത്തിൽ പോലും CPM ഭരിക്കുന്ന ആ സൊസൈറ്റി അദ്ദേഹത്തിന് 1 രൂപയുടെ ഇളവ് ആ ലോൺ അടച്ചു തീർക്കുന്നതിന് വേണ്ടി നൽകിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. 1 രൂപയുടെ ഇളവ് CPM ഭരിക്കുന്ന സൊസൈറ്റിയാണ്. അപ്പോൾ പാർട്ടിക്ക് ഇദ്ദേഹത്തോട് എന്തായിരുന്നു സമീപനം എന്നുള്ളത് വലിയ ഒരു ചർച്ചയാവേണ്ട വിഷയം തന്നെയാണ്. ചില പ്രശ്നങ്ങളുടെ പേരിൽ പങ്കജാക്ഷനെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചിരുന്നു. പങ്കജാക്ഷനെയും കുടുംബത്തെയും ഒറ്റപ്പെടുത്താൻ പാർട്ടി തീരുമാനിച്ചിരുന്നെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. പങ്കജാക്ഷനെയും കുടുംബത്തെയും CPM ഊരുവിലക്കിയിരുന്നെന്നും ആരോപണമുണ്ട്. പങ്കജാക്ഷനെയും ഭാര്യ ഭാസുരാദേവിയെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചിരുന്നു. പാർട്ടി നടപടിക്ക് ഏരിയ കമ്മിറ്റി തീരുമാനിച്ച ദിവസമാണ് പങ്കജാക്ഷന്റെ ആത്മഹത്യയെന്നാണ് ആരോപണം. അദ്ദേഹം മരിക്കുന്നതിന് 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് ഉദയംപേരൂരിൽ ലോക്കൽ കമ്മിറ്റി കൂടുകയുണ്ടായി. ഉദയംപേരൂർ ലോക്കൽ കമ്മിറ്റിയിൽ ഈ വിഷയം, ഇദ്ദേഹത്തിന്റെ വിഷയം ചർച്ച ചെയ്യുകയും ഇദ്ദേഹത്തിന്റെ കുടുംബത്തോട് തന്നെ ഏകദേശം ഊരുവിലക്ക് നടത്തുന്ന നിലയ്ക്ക് കല്യാണങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും ഉൾപ്പെടെ ഇദ്ദേഹത്തിനോട് സഹകരിക്കാൻ പാടില്ല എന്നുള്ള തീരുമാനം എടുത്തതായിട്ടാണ് ആ കമ്മിറ്റിയിൽ പങ്കെടുത്തിരിക്കുന്ന ആൾക്കാർ തന്നെ ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത്. അതേസമയം മൃതദേഹത്തിൽ ആത്മഹത്യാക്കുറിപ്പുണ്ടായിരുന്നു. പോലീസ് ആത്മഹത്യാക്കുറിപ്പ് മറച്ചുവെച്ചു. അന്വേഷണത്തിൽ പോലീസ് ഒളിച്ചുകളി നടത്തുന്നുണ്ടെന്നും ആരോപണമുണ്ട്. അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ആത്മഹത്യാക്കുറിപ്പുണ്ടായിരുന്നു. ആ ആത്മഹത്യാക്കുറിപ്പ് മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. അവര് പോലീസ് പറഞ്ഞത് ആത്മഹത്യാക്കുറിപ്പില്ല എന്നാണ് പറഞ്ഞത്. പിന്നീട് ഞാൻ പോലീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ആത്മഹത്യാക്കുറിപ്പ് ഉണ്ടെന്നും അതിനകത്ത് 2-3 പേരുകളുണ്ട് എന്നും, എന്നാൽ പാർട്ടിയെ കുറ്റപ്പെടുന്ന അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യം മാത്രമാണ് അതിനകത്തുള്ളതെന്നാണ്. സാമ്പത്തിക പ്രതിസന്ധിയാണ് അദ്ദേഹത്തിന്റെ മരണത്തിന്റെ കാര്യത്തിൽ നമുക്കാർക്കും തർക്കമൊന്നുമില്ല. പക്ഷേ ആ ആത്മഹത്യാക്കുറിപ്പിൽ ഉന്നയിക്കപ്പെട്ട പേരുകൾ ആരൊക്കെയാണ്, അതിനകത്തെ ആ സാമ്പത്തിക ബാധ്യതയ്ക്ക് ഉത്തരവാദികൾ ആരാണ് എന്നാണ് അദ്ദേഹം ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട്. ഇതിനകത്ത് ഒളിച്ചുകളി നടക്കുന്നു എന്നുള്ള ഒരു സംശയം ഇന്ന് എല്ലാവർക്കും വന്നിട്ടുണ്ട്. വെള്ളിയാഴ്ചയാണ് CPM നടക്കാവ് പാർട്ടി ഓഫീസിലെ വായനാമുറിയിൽ പങ്കജാക്ഷനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ന്യൂസ് 18 കൊച്ചി. വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ്. ആജ്ഞ, എന്തായാലും പങ്കജാക്ഷന്റെ ആത്മഹത്യ അത് കോൺഗ്രസ് ഏറ്റെടുക്കുകയും വലിയ പ്രതിഷേധത്തിനൊരുങ്ങുകയുമാണ് അല്ലേ? കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് കോൺഗ്രസ് ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം വിളിക്കുക. അതായത് ഈ നേരത്തെ തന്നെ ഈ പങ്കജാക്ഷൻ മരിച്ച ദിവസവും നമ്മള് അവിടെയുള്ള ആളുകളോടൊക്കെ ഇതുമായി ബന്ധപ്പെട്ട എൻക്വയറി നടത്തിയപ്പോഴും സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഏകദേശം 50 ലക്ഷത്തിന് മേലെ കടം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. വീടും വസ്തുവും വിൽക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ തന്നെയായിരുന്നു പാർട്ടി പ്രവർത്തകരായാലും പൊതുജനങ്ങളായാലും ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം പറഞ്ഞിരുന്നത് അങ്ങനെയാണ്. എന്നാൽ പാർട്ടിയുമായി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നതായിട്ട് ആരും ആ സമയത്ത് പറഞ്ഞിരുന്നില്ല. പക്ഷെ കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് പാർട്ടിയിൽ ഇവരുടെ പങ്കജാക്ഷന്റെ ഭാര്യ ഭാസുരാദേവിയും അതുപോലെ മക്കൾ ഡിവൈഎഫ്ഐ പ്രവർത്തകരുമാണ്. ഇവർക്കെതിരെ നേരത്തെ പാർട്ടിയിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതായത് ഇവരെ പുറത്താക്കാനും ഇവർക്ക് ഊരുവിലക്ക് കൽപ്പിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പാർട്ടി കുടുംബങ്ങളിൽ നടക്കുന്ന ചടങ്ങുകളിൽ ഇവരെ പങ്കെടുപ്പിക്കരുത്, പാർട്ടി ചടങ്ങുകളിൽ പങ്കെടുപ്പിക്കരുത്, കല്യാണങ്ങൾക്ക് മറ്റു വിശേഷങ്ങൾക്കും ഒന്നും ഇവരെ ഉൾപ്പെടുത്തരുത്, ഇവരെ ക്ഷണിക്കരുത് എന്നുള്ള തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ പാർട്ടിയിൽ നിന്നും നൽകിയിട്ടുണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത്. അതേസമയം അത് തന്നെയാണ് കോൺഗ്രസും ആരോപിക്കുന്നത്. മാത്രമല്ല TK പ്രസാദ് എന്ന് പറയുന്ന മുൻ ഉദയംപേരൂർ പഞ്ചായത്ത് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ ഇവർ തമ്മിൽ നടത്തിയിരുന്നു. പങ്കജാക്ഷനും ഈ ഉദയംപേരൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് TK പ്രസാദുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം ഈ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് ഏത് തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് നടത്തിയിട്ടുള്ളത്, ലീഗലായിട്ടുള്ള ഇടപാടുകളാണോ നടത്തിയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം എന്നാണ് ആവശ്യം. അങ്ങനെയാണ്. എന്തായാലും ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പോലീസ്, നമ്മൾ മാധ്യമപ്രവർത്തകരായാലും നമ്മൾ വിളിച്ചപ്പോഴും പോലീസ് പറഞ്ഞത് ആത്മഹത്യാക്കുറിപ്പൊന്നുമില്ല, മരണകാരണം സാമ്പത്തിക പ്രശ്നമാണെന്നാണ് മനസ്സിലാക്കുന്നത് എന്നാണ്. പക്ഷെ ആത്മഹത്യാക്കുറിപ്പ് ഉണ്ടായിരുന്നു എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഈ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയതിൽ സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് പറയുമ്പോഴും സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം എന്താണ്,
അല്ലെങ്കിൽ ആരുമൊക്കെയായി ബന്ധപ്പെട്ടാണ് ഇവർ ആരോപിക്കുന്നത് പാർട്ടിയുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ സാമ്പത്തിക പ്രശ്നങ്ങളാണ്. അതേസമയം 19 ലക്ഷം രൂപയുടെ ഒരു ലോൺ, അതായത് 19 ലക്ഷം രൂപ എന്ന് പറഞ്ഞ പലിശ അടക്കം വന്നിട്ടുള്ള പ്രശ്നമാണ്, തുകയാണ്. ആ ലോൺ ക്ലോസ് ചെയ്യാനുള്ള സാഹചര്യത്തിൽ പോലും ഒരു തരത്തിലും ഒരു രൂപയ്ക്ക് പോലും പാർട്ടി സഹായിച്ചിരുന്നില്ല. ആ മുഴുവൻ പൈസയും അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് വാങ്ങി. മാത്രമല്ല ഈ വീടും പറമ്പും ഉൾപ്പെടെ വിൽക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ ഭാസുദേവിയെയും പങ്കജാക്ഷനെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനമെടുത്തിരുന്നു. അതിന്റെ തലേദിവസമാണ് അതായത് പുറത്താക്കാൻ പോകുന്നതിന്റെ തലേദിവസമാണ് അദ്ദേഹം സൂയിസൈഡ് ചെയ്തത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഓക്കെ, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. 9 മണി വാർത്തയുടെ സമയം അവസാനിക്കുകയാണ്. ഇവിടെ ഈ ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ പുതിയ വാർത്തകളും